വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാത്തവർ ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ചില സാഹചര്യങ്ങളിൽ ഗ്യാസ് സിലിണ്ടറുകൾ മൂലമുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ സിലിണ്ടറിന്റെ കാലാവധി തീയതിയുമായി ബന്ധപ്പെട്ടായിരിക്കും. എല്ലാ സിലിണ്ടറിനും ഒരു കാലഹരണ തീയതി ഉണ്ടാകും. ഇത്തരത്തിൽ കാലഹരണ തീയതി കഴിഞ്ഞ സിലിണ്ടറാണ് അപകടത്തിൽ പെടുന്നതെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. അതിനാൽ എല്ലാവരും തന്നെ സിലിണ്ടറിന്റെ കാലഹരണ തീയതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. കൂടാതെ LPG കണക്ഷൻ എടുക്കുമ്പോൾ സ്വന്തം പേരിൽ തന്നെ എടുക്കേണ്ടതാണ്. മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഇൻഷുറൻസ് തുക ലഭിക്കുകയുള്ളൂ. കൂടാതെ ഇതിൽ നോമിനിയെ നിയമിക്കാനുള്ള വ്യവസ്ഥയുമില്ല. അതിനാൽ സിലിണ്ടർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തി ഒരു അപകടത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം തുടങ്ങിയ പെട്രോളിയം കമ്പനികൾക്ക് ഈ ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഇവർ ഉപഭോക്താക്കൾക്കും മറ്റ് സ്വത്തുക്കൾക്കും മൂന്നാം കക്ഷി ഇൻഷുറൻസ് വഴി ഈ പരിരക്ഷ നൽകുന്നു. ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടാകുന്ന അപകടം, സ്വത്ത് നാശനഷ്ടം, മരണം എന്നിവയ്ക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ LPG കണക്ഷനുള്ള ഈ ഇൻഷുറൻസ് ICICI ലോംബാർഡ് വഴിയാണ് നൽകപ്പെടുന്നത്. ഇത് പ്രകാരം അപകടമുണ്ടായാൽ പരമാവധി 50 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. അപകടത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ 6 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ഉപഭോക്താക്കളുടെ സ്വത്ത് നാശനഷ്ടങ്ങൾക്ക് പരമാവധി 40 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ മൂലമുള്ള അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ 3 മാസം മുതൽ 5 മാസത്തിനുള്ളിൽ പണം ലഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ. LPG വിതരണക്കാരുമായി കൂടുതൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഈ പദ്ധതിയെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.